Hello dear students. Last വീഡിയോയിൽ ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പഠിച്ചത്. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു രണ്ട് പാക്കറ്റ് ഇപ്പോൾ ഒരു സെയിം നോഡിൽ വരുവാണ്. when they both competing for the same receiver buffer or same outgoing channel, packet collision will occur at any point. So ആ ഒരു collision avoid ചെയ്യാൻ വേണ്ടിയിട്ട് some strategies അല്ലെങ്കിൽ some policies are adopted for resolving the conflict between the two packets competing for use of the same outgoing channel at an intermediate node. അത് ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. ഇതൊക്കെയാണ് 4 methods of virtual cut through routing policy, blocking policy, discard and retransmission policy, and the detoured policy. Okay, so we will be discussing each policy in detail. So first one is virtual cut through routing policy. സോ വെർച്വൽ കട്ട് ത്രൂ റൂട്ടിംഗ് പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം. ഇവിടെ ഈ ഫിഗർ നോക്കുക, ഇവിടെ കണ്ടോ പാക്കറ്റ് 1 ഈ ഫ്ലിറ്റ് ബഫറിൽ കൂടെ ഔട്ട് ഗോയിങ് ചാനലിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബട്ട് പാക്കറ്റ് 2ന് ഇവിടെ എന്ത് ചെയ്യും? ടെമ്പററിലി ദ പാക്കറ്റ് 2 ഈസ് സ്റ്റോർഡ് ഇൻ ദ പാക്കറ്റ് ബഫർ. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പാക്കറ്റ് ബഫറിംഗ് മെത്തേഡ്. The packet 2 is temporarily stored in a packet buffer. Packet buffering method എന്ന് പറയാൻ കാരണം പാക്കറ്റ് 1 ഇന്നെ ഔട്ട് ഗോയിങ് ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഫ്ലിറ്റ് ബഫറിൽ ഹോൾഡ് ചെയ്തിട്ട് അതിൽ കൂടെ എന്ത് ചെയ്യും? ഔട്ട് ഗോയിങ് ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ബട്ട് ദ പാക്കറ്റ് 2 is temporarily stored in the packet buffer. സോ വെൻ ദ ചാനൽ എപ്പോഴും പാക്കറ്റ് ബഫറിലോട്ട് സ്റ്റോർ ചെയ്യും. എപ്പോഴാണ് വെൻ ദ ചാനൽ ബിക്കംസ് ഫ്രീ, എപ്പോഴാണ് ചാനൽ ഫ്രീ ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. അതിൽ കൂടെ ഫ്ലിറ്റ് ബഫറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഫ്ലിറ്റ് ബഫറിലോട്ട് സ്റ്റോർ ചെയ്ത് ഔട്ട് ഗോയിങ് ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ പാക്കറ്റ് 2 is temporarily stored in the packet buffer, and when the channel becomes available, it will be then transmitted. Okay, so what is the advantage of this policy? Not wasting the resources already allocated. ഒരു പാക്കറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ some resources will be allocated to the particular packet, right? For transmitting that packet, some resources will be allocated. അപ്പോൾ ആ അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിനെയൊക്കെ വേസ്റ്റ് ആവത്തില്ല. കാരണം എന്താണ്? പാക്കറ്റിനല്ലേ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മീൻസ് പാക്കറ്റ് ബഫറിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ഫ്രീ ആവണ വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ഡിസഡ്വാൻറ്റേജസ് റിക്വയർസ് എ യൂസ് ഓഫ് എ ലാർജ് ബഫർ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പാക്കറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ദ ലാർജ് ബഫർ ഇസ് നീഡഡ്. ദാറ്റ്സ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ്. മാത്രമല്ല പാക്കറ്റ് ബഫേഴ്സ് അലോങ് ദ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഷുഡ് നോട്ട് ഫോം എ സൈക്കിൾ. ഈ പാക്കറ്റ് ബഫർ കമ്മ്യൂണിക്കേഷൻ പാത്തിലുള്ള പാക്കറ്റ് ബഫർ ഷുഡ് നോട്ട് ഫോം എ സൈക്കിൾ. ഓക്കെ, ഇനി പാക്കറ്റ് ബഫർ മേ കോസ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റോറേജ് ഡിലേ. കാരണം എത്ര നേരം സ്റ്റോർ ചെയ്യാൻ പറ്റും, അപ്പോൾ ആ ഒരു സ്റ്റോറേജ് ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഫോളോയിങ് ഡിസഡ്വാൻറ്റേജ്. The virtual cut-through policy method, it offers a compromise by combining the store and forward and wormhole routing scheme. അപ്പം ഈ ഒരു പോളിസി സ്റ്റോർ ആൻഡ് ഫോർവേഡ് wormhole routing രണ്ട് റൂട്ടിംഗ് സ്കീംസും യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ് സ്കീം യൂസ് ചെയ്യുന്നത്? വെൻ കൊളീഷൻ ഡു നോട്ട് occur, the scheme should perform wormhole routing. Okay, ബട്ട് ഇൻ വേഴ്സ്റ്റ് കേസിൽ അത് സ്റ്റോർ ആൻഡ് ഫോർവേഡ് നെറ്റ്വർക്ക് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കൊളീഷൻസ് ഒക്കർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ wormhole റൂട്ടിങ്ങും, വേഴ്സ്റ്റ് കേസിൽ ഇറ്റ് ബിഹേവ് ലൈക്ക് എ സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിങ്. സ്റ്റോർ ആൻഡ് ഫോർവേഡും wormhole റൂട്ടിങ് നമ്മൾ ഓൾറെഡി ഇന്നത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വെർച്വൽ കട്ട് ത്രൂ റൂട്ടിംഗ് പോളിസി. വെർച്വൽ കട്ട് ത്രൂ റൂട്ടിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വെർച്വലായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പാക്കറ്റ് ബഫറിലിടുക. വെൻ ദ ചാനൽ ബിക്കംസ് ഫ്രീ അതിനെ എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. എന്താണ്? വെർച്വൽ കട്ട് ത്രൂ റൂട്ടിംഗ് പോളിസി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് ബ്ലോക്കിംഗ് പോളിസി. ബ്ലോക്കിംഗ് പോളിസി നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ
പ്യുവർ വേം ഹോൾ റൂട്ടിംഗ് യൂസസ് എ ബ്ലോക്കിംഗ് പോളിസി ഇൻ കേസ് ഓഫ് പാക്കറ്റ് കൊളിഷൻ. ഒരു പാക്കറ്റ് കൊളിഷൻ വരുമ്പോഴാണ് ഈ ബ്ലോക്കിംഗ് പോളിസി യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു കൊളിഷൻ വരുവാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ആ ഒരു കൺട്രോളിനെയാണ് അതിനെയാണ് നമ്മൾ ബ്ലോക്കിംഗ് പോളിസി എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് പാക്കറ്റ് കൊളിഷൻ ഇറ്റ് യൂസസ് എ ബ്ലോക്കിംഗ് പോളിസി. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാക്കറ്റ് ഈസ് ബീൻ ബ്ലോക്ക്ഡ് ഫ്രം അഡ്വാൻസിങ്. അതായത് രണ്ടാമത്തെ പാക്കറ്റിനെ ബ്ലോക്ക് ചെയ്യും. പാക്കറ്റ് കൊളീഷനോട് വരുവാണെങ്കിൽ രണ്ടാമത്തെ പാക്കറ്റിനെ അവിടെ ബ്ലോക്ക് ചെയ്യും, ഫസ്റ്റ് പാക്കറ്റിനെ ട്രാൻസ്മിറ്റും ചെയ്യും. ഇപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ബ്ലോക്ക് ചെയ്തിടും. ഹൗവർ ഇറ്റ് ഈസ് നോട്ട് ബീൻ അബൻഡൻ. എന്താണ് അബൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാക്കറ്റിനെ അവിടെ കളയുന്നില്ല, ഓർ നമ്മൾ ആ പാക്കറ്റിനെ അവിടെ ഉപേക്ഷിക്കുന്നില്ല. പിന്നെ എന്തേ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, so what is the advantage of this policy? Economical to implement. The disadvantage, idling of resources allocated to the blocked packets. ഇപ്പം ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പാക്കറ്റ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ ആ പാക്കറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ റിസോഴ്സസ് ഒക്കെ ഐഡിലാണ്. സോ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബ്ലോക്കിംഗ് പോളിസി. പാക്കറ്റ് കൊളീഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് പാക്കറ്റിനെ അഡ്വാൻസ് ചെയ്യുന്ന പകരം ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, then third one is discard and retransmission policy. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്കാർഡ് എന്ന ആ പേരിൽ തന്നെ അറിയാം, ഒരു പാക്കറ്റ് കൊളീഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡിസ്കാർഡ് ദാറ്റ് പാക്കറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് സിംപ്ലി ഡ്രോപ്സ് എ പാക്കറ്റ് ബീൻ ബ്ലോക്ക്ഡ്. ഏത് പാക്കറ്റാണ് അവിടെ ബ്ലോക്ക്ഡ് ആയത് ആ പാക്കറ്റിനെ ജസ്റ്റ് തന്നെ ഡിസ്കാർഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഇവിടെ അതിനെ ഗ്രൗണ്ട് ചെയ്തതായിട്ട് കാണുന്നത്. ഓക്കെ, സോ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, സോ ഇവിടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിവിയർ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി ട്രാൻസ്മിറ്റ് ചെയ്ത പാക്കറ്റ് അല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ സം എമൗണ്ട് ഓഫ് റിസോഴ്സസ് വിൽ ബി ഗിവൺ ടു ദ പെർട്ടിക്കുലർ പാക്കറ്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ്, റൈറ്റ്? സോ ആ ഒരു റിസോഴ്സസ് ഒക്കെ അവിടെ എന്താണ്, വേസ്റ്റ് ആവുകയാണ്. സോ സിവിയർ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഇസ് എ വൺ ഡിസഡ്വാൻറ്റേജ്. ദെൻ എന്താണ്, ആ പാക്കറ്റിനെ അവിടെ ഡിസ്കാർഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ആ പാക്കറ്റ് എന്ത് ചെയ്യണം, ഒന്നുകൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എഗെയിൻ ഇറ്റ് നീഡ്സ് റിസോഴ്സസ്, റൈറ്റ്? സോ അത് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ്. ഡിമാൻഡ്സ് പാക്കറ്റ് റീട്രാൻസ്മിഷൻ. ഇനി റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റും കൂടെ നമുക്ക് വേണം. സോ ഡിമാൻഡ്സ് എ പാക്കറ്റ് റീട്രാൻസ്മിഷൻ ആൻഡ് അക്നോളജ്മെൻറ്റ്. അതർവൈസ് എ പാക്കറ്റ് മേ ബി ലോസ്റ്റ് ആഫ്റ്റർ ഡിസ്കാർഡിങ്. ഇപ്പോൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ പാക്കറ്റ് അങ്ങനെ ലോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പാക്കറ്റിനെ അവിടെ എന്താണ്, ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അക്നോളജ്മെൻറ്റ് വേണം. സോ ഈ ഒരു പോളിസി ഇറ്റ് ഇസ് റെയർലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അൺസ്റ്റേബിൾ പാക്കറ്റ് ഡെലിവറി റേറ്റ്. ഓക്കെ, ദിസ് ഈസ് എ തേർഡ് പോളിസി, ദാറ്റ് ഇസ് ഡിസ്കാർഡ് ആൻഡ് റീട്രാൻസ്മിഷൻ പോളിസി. Final fourth policy is the detour policy. Detour policy means the blocked packet is routed to a detour channel. ഒരു detour channel ഇവിടെ ഉണ്ട്. detour channel നിങ്ങൾക്ക് ഇവിടെ കാണാം. detour channel means ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പാക്കറ്റിനെ detour ചാനൽ വഴി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് നമ്മുടെ നോർമൽ ചാനലാണ്. ആ നോർമൽ ചാനലിൽ കൂടെ പോകുന്നതിന് പകരം ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പാക്കറ്റിനെ has routed to a detour channel. That is, blocking policy is economical to implement but may result in the idling of resources allocated to the blocked path. Okay. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡീറ്റൂർ പോളിസിയുടെ? അവിടെ നമ്മൾ ബ്ലോക്കിംഗ് പോളിസിയുടെ കേസ് പഠിച്ചു. ബ്ലോക്കിംഗ് പോളിസിയുടെ കേസ് നമ്മൾ എന്താ പഠിച്ചത്? സെക്കൻഡ് പാക്കറ്റിനെ ബ്ലോക്ക് ചെയ്യും ഫ്രം അഡ്വാൻസിങ്. പക്ഷേ ആസ് കമ്പയർഡ് ടു ഡീറ്റൂർ പോളിസി, ബ്ലോക്കിംഗ് പോളിസി ഇസ് എക്കണോമിക്കൽ ടു ഇംപ്ലിമെൻറ്റ്. ബട്ട് ആ ബ്ലോക്കിംഗ് പോളിസിയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റിസൾട്ട് ഇൻ ദ ഐഡ്ലിംഗ് ഓഫ് റിസോഴ്സസ് അവിടെ ബ്ലോക്കിംഗ് പോളിസിയിൽ വരും. പക്ഷേ ഇവിടെ ഡീറ്റൂർ പോളിസിയുടെ കേസും ഈ ഡീറ്റൂർ പോളിസിയുടെയും ബ്ലോക്കിംഗ് പോളിസി ഏകദേശം സെയിം തന്നെയാണ്. ബട്ട് ഇവിടെ ഐഡ്ലിംഗ് ഓഫ് റിസോഴ്സസിന് പകരം ആ ഒരു പാക്കറ്റിന് വേറൊരു ചാനലിൽ കൂടെ വിടുവാണ്. സോ അവിടെ റിസോഴ്സസ് ഐഡിലാവുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ ഡീറ്റൂറും ബ്ലോക്കിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത്
ഇതിൻ്റെ സോ D2ൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ പാക്കറ്റ് റൂട്ടിംഗ്. Many may waste more channel resources than necessary to reach the destination. ഇപ്പം അങ്ങനെ പക്ഷേ D2 ചാനൽ വഴിയാണ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് റിസോഴ്സസ് അവിടെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം വേറെ ചാനലിൽ കൂടെ പോയിട്ടാണ് ഇത് മെയിൻ ഔട്ട് ഗോയിങ് ചാനലിൽ കൂടെ പോകുന്നത്. സോ മേ വേസ്റ്റ് മോർ റിസോഴ്സ് ചാനൽ than necessary to reach the destination. So these are the four policies. These are the four policies for resolving the conflict between the two packets when they are competing for the same outgoing channel. Virtual cut-through routing policy. അതിൽ മനസ്സിലാക്കുക പാക്കറ്റ് 2നെ പാക്കറ്റ് ബഫറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. വെൻ ദ ചാനൽ ബിക്കംസ് അവൈലബിൾ ദേ റൂട്ടഡ് ടു ദ ഔട്ട് ഗോയിങ് ചാനൽ. ദെൻ ബ്ലോക്കിംഗ് പോളിസി എന്ന് പറയുമ്പോൾ ആ പാക്കറ്റിന് കൊളീഷൻ വരുമ്പോഴത്തേക്കും ആ സെക്കൻഡ് പാക്കറ്റിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ദെൻ തേർഡ് ഡിസ്കണ്ടിന്യൂ റീട്രാൻസ്മിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഏത് പാക്കറ്റാണോ ബ്ലോക്ക്ഡ് ആയത് അതിനെ സിംപ്ലി ഡ്രോപ്പ് ചെയ്യും, പിന്നീട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും ആൻഡ് നീഡ് അക്നോളജ്മെൻറ്റ് ഓൾസോ. ഫോർത്ത് വൺ ഇസ് ഡിറ്റൂർ പോളിസി. ഡിറ്റൂർ പോളിസി എന്ന് പറഞ്ഞാൽ D2 ചാനൽ വഴി ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പാക്കറ്റിനെ റൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് രണ്ട് ടേംസ് ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ലൈവ് ലോക്ക് ആൻഡ് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക് നിങ്ങൾ ഓൾറെഡി അറിയാം, ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ലൈവ് ലോക്കോ ജസ്റ്റ് ഒന്ന് പറയാം. എ റീറൂട്ടഡ് പാക്കറ്റ് മേ എൻ്റർ എ സൈക്കിൾ ഓഫ് ലൈവ് ലോക്ക് വിച്ച് വേസ്റ്റ് നെറ്റ്വർക്ക് റിസോഴ്സസ്. ലൈവ് ലോക്ക് മീൻസ് വാട്ട്? വെൻ എ പാക്കറ്റ് നെവർ ഫൈൻഡ്സ് ഡെസ്റ്റിനേഷൻ. പാക്കറ്റ് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ ഇങ്ങനെ സൈക്കിളിൽ കിടക്കുന്ന അതിനെയാണ് നമ്മൾ ലൈവ് ലോക്ക് എന്ന് പറയുന്നത്. What is deadlock? It occurs when packets cannot be forwarded because waiting for other packets to move out of the way. So live lock'um deadlock'um ഏകദേശം സെയിം ആണല്ലേ. ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദ അതർ പാക്കറ്റ്സ് ആണ്. എന്താണ്, ഞാൻ ഒരു പാക്കറ്റ് വന്നിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ അതർ പാക്കറ്റ്സ് ആർ വെയിറ്റിംഗ്. സോ ആ പാക്കറ്റ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വെയിറ്റ് ചെയ്യാം. സോ ദ ബ്ലോക്കിംഗ് പാക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ ബ്ലോക്ക്ഡ് പാക്കറ്റ് ടു മൂവ്. അതിനാണ് ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ലൈവ് ലോക്ക് എന്ന് പറയുമ്പോൾ ദ പാക്കറ്റ് നെവർ ഫൈൻഡ്സ് ഡെസ്റ്റിനേഷൻ. നോർമലി ലൈവ് ലോക്ക് സിറ്റുവേഷൻസ് ഓക്കേഴ്സ് ഇൻ അഡാപ്റ്റീവ് റൂട്ടിംഗ്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ടേം നിങ്ങളെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ലൈവ് ലോക്ക് ആൻഡ് ഡെഡ് ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ ലൈവ് ലോക്ക് എന്ന് പറയുമ്പോൾ വിച്ച് വേസ്റ്റ് നെറ്റ്വർക്ക് റിസോഴ്സസ്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, ഫ്ലോ കൺട്രോൾ സ്ട്രാറ്റജീസ്. ഓക്കെ, താങ്ക് യു.